2014ലെയും 19ലെയും തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം ഇല്ല എന്നുള്ളതാണ്. അതൊരു വലിയ പ്രതിസന്ധിയാണ് BJP നേരിടുന്നത്. 2 തിരഞ്ഞെടുപ്പിലും മോദി വേവിൽ ആണ് BJP ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോയതെങ്കിൽ ഇത്തവണ മാറുന്നു. ഇത്തവണ മോദി വേവില്ല. അതുകൊണ്ട് തന്നെ പ്രാദേശിക വിഷയങ്ങൾ പല സംസ്ഥാനങ്ങളിലും പല പ്രദേശങ്ങളിലും അവിടുത്തെ വലിയ വിഷയമായി ഉയർന്നു വരുന്നു. ഗുജറാത്തിലടക്കം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. ഗുജറാത്തിലും അതോടൊപ്പം തന്നെ UP മറ്റ് പല പ്രദേശങ്ങളിലും രാജ്പൂത്തുകൾ BJPക്കെതിരെ രംഗത്ത് വരുന്നു. ഠാക്കൂർ ബ്രാഹ്മണ വിഭാഗം BJPയെ പരസ്യമായി എതിർക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. എന്തിനും അധികം BJPക്കെതിരെ വിമത സ്ഥാനാർത്ഥികൾ, സ്വന്തം പാളയത്തിൽ നിന്ന് വിമത സ്ഥാനാർത്ഥികളടക്കം വരുന്നു എന്നുള്ളതാണ്. 120 150 സിറ്റിംഗ് MPമാരെ BJP ഒഴിവാക്കി എന്നുള്ള വലിയ അവകാശവാദം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു മറുപക്ഷമുണ്ട്. ആ മറുപക്ഷം പറഞ്ഞതും BJP നേതാക്കൾ തന്നെയാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ വ്യക്തമാണ്. ഈ 120 130 സിറ്റിംഗ് MPമാരെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ 100-ലധികം പേരെ കോൺഗ്രസിൽ നിന്ന് വന്ന നേതാക്കൾക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. BJP കാലങ്ങളായി BJPക്കൊപ്പം നേതാക്കൾക്കല്ല എന്നുള്ളത് വലിയ ഒരു പ്രതിഷേധം ഉയർന്നൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് പല ഗുജറാത്തിലടക്കം വിമത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. BJPക്ക് സ്ഥാനാർത്ഥികളെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 2019 ഈ സാഹചര്യം ഒന്നും പ്രതീക്ഷിക്കാനോ ചിന്തിക്കാനോ പോലും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മോദി വേവ് എന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലില്ല.